നല്ല വചനം പേജിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾക്കുള്ള സ്നേഹവന്ദനം വീണ്ടും അറിയുകയാണ്. ലോകം യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തെയും പുനരുത്ഥാനത്തെയും ആഘോഷിക്കുന്ന അല്ലെങ്കിൽ ഓർക്കുന്ന മനോഹരമായ ഒരു ആഴ്ചയിലേക്ക് ഞാനും നിങ്ങളും നടന്ന് അടുക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ ലോകജീവിതത്തിലേക്കുള്ള ആഗമനവും ആ ആഗമനത്തിന്റെ ആത്യന്തികമായിരുന്ന ലക്ഷ്യവും എന്തായിരുന്നുവെന്ന് ലോകത്തിന് കർത്താവായ യേശു കാണിച്ചു കൊടുത്ത അനുഗ്രഹീതമായ ചരിത്ര സംഭവത്തിന്റെ ആവർത്തിച്ചുള്ള ഓർമ്മയാണ് കഷ്ടാനുഭവ ആഴ്ച നമ്മെ ഓർപ്പിക്കുന്നത്. കഷ്ടാനുഭവ ആഴ്ചയിലെ അതിപ്രധാനമായ 3 ദിവസങ്ങൾ, ഒന്ന്, യേശു ക്രിസ്തു ശിഷ്യന്മാരുടെ പെസഹ ആചരിച്ച പെസഹ വ്യാഴ ദിവസമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലാണ് സെഹിയോൻ മാളിമുറിയിൽ ഒരുക്കപ്പെട്ട ഒരു മേശയുടെ ചുറ്റും ഇരുന്നുകൊണ്ട് കർത്താവ് തന്റെ അരുമ ശിഷ്യന്മാരുമായി അന്ത്യ പെസഹ ആചരിച്ചതും ഈ ദിവസം ഈ ആചരണം, അതായത് ഈ പെസഹ നിങ്ങളോടുകൂടെ കൊണ്ടാടുവാൻ ഞാൻ അത്യന്തം ആഗ്രഹിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് ആ പെസഹയുടെ ആചരണത്തിൽ പങ്കുകൊണ്ടത്. ആ പെസഹ ആചരണത്തോട് ബന്ധപ്പെട്ടാണ് കർത്താവിന്റെ ശരീരത്തിന്റെയും രക്തത്തിന്റെയും എംബ്ലമായിരിക്കുന്ന ഈ കർത്താവിന്റെ മേശയുടെ സ്ഥാപനം യേശു ക്രിസ്തു ശിഷ്യന്മാർക്ക് സ്ഥാപിച്ചു കൊടുത്തത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13-ൽ ആ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ലോകം യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തെയും അവിടുത്തെ പുനരുത്ഥാനത്തെയും ആവർത്തിച്ച് ചരിത്രപരമായി ഓർക്കുന്നു. ഈസ്റ്ററിനെ സംബന്ധിച്ച് ചുറ്റിപ്പറ്റി നിൽക്കുന്ന കഥകൾ ധാരാളമുണ്ട്. ആ കഥകളിലേക്കൊന്നും ഇപ്പോൾ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ ഒരു ഭാഗത്ത് അവിടെ നിൽക്കട്ടെ. എന്താണ് യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവവും മരണവും അവിടുത്തെ പുനരുദ്ധാനവും നമ്മെ ഓർപ്പിക്കുന്നത് എന്നുള്ളതാണ് ചുരുങ്ങിയ മിനിറ്റുകളിൽ ഈ സമയത്ത് ഞാനിവിടെ അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ശിഷ്യന്മാരോട് സെഹിയോൻ മാളികമുറിയിൽ അന്ത്യ അത്താഴം കൈക്കൊണ്ട ശേഷം കർത്താവായ യേശുവിന്റെ മേശ കർത്താവ് സ്ഥാപിച്ചിട്ട് അടുത്ത ദിവസം നാം വായിക്കുന്നത് കർത്താവ് അറസ്റ്റ് ചെയ്യപ്പെട്ട് ക്രൂശീകരണത്തിനായിട്ട് പോവുകയാണ്. ആ ക്രൂശീകരണ ദിവസത്തെയാണ് ഗുഡ് ഫ്രൈഡേ എന്ന് ഇംഗ്ലീഷിലും മലയാള ഭാഷയിൽ ദുഃഖവെള്ളിയാഴ്ച എന്ന പേരിലും അറിയപ്പെടുന്നത്. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിന്മേൽ മരിച്ച ശേഷം നാം അറിയുന്ന പോലെ അരിമത്യയിലെ യോസേഫിന്റെ കല്ലറയിൽ അവന്റെ ഭൗമശരീരം സംസ്കരിക്കപ്പെടുകയുണ്ടായി. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസമായ ഞായറാഴ്ചയുടെ പുത്തൻ പുലരിയിൽ കല്ലറയെ ഭേദിച്ച് നമ്മുടെ കർത്താവായ യേശു മരിച്ചവരിൽ നിന്ന് ആദ്യനായി ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വായിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ അന്ത്യ പെസഹ ആചരണം, അതേ തുടർന്നുള്ള തന്റെ അറസ്റ്റ്, ചോദ്യം ചെയ്യപ്പെടൽ, പിന്നീട് ക്രൂശീകരണം, ശവസംസ്കാരം, പുനരുത്ഥാനം, ഇതെല്ലാം കൂടെ ചേർന്ന ആ സംഭവ വികാസങ്ങളെ ഓർപ്പിക്കുന്നതാണ് പീഡാനുഭവ വാരം അല്ലെങ്കിൽ കഷ്ടാനുഭവ ആഴ്ച എന്ന് പറയപ്പെടുന്ന പ്രധാനപ്പെട്ട ആഴ്ച. യേശു ക്രിസ്തുവിന്റെ ഈ ലോകത്തിലേക്കുള്ള ആഗമനത്തിന് 4 ആത്യന്തികമായ ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ ലക്ഷ്യം പിതാവായ ദൈവത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 1:18, പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, എന്നാൽ പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായിരിക്കുന്ന പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് വായിക്കുന്നു. കർത്താവിന്റെ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്ന ഫിലിപ്പോസ് കർത്താവെ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞ വാചകമാണ് ഈ വാക്യത്തിൽ യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ലക്ഷ്യം അദൃശ്യനായ ദൈവത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കുക, അതായിരുന്നു ക്രിസ്തുവിന്റെ അവതാരത്തിന്റെ ഒന്നാമത്തെ ലക്ഷ്യം. 2, ടു ബ്രിഡ് ദ ചാസം ബിറ്റ്വീൻ ഗോഡ് ആൻഡ് മാൻ, മനുഷ്യനും ദൈവവും മധ്യത്തിലുണ്ടായിരുന്ന വിടവ് എന്നേക്കുമായി നികത്തുക. തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം, അവിടെ നാം വായിക്കുന്നു, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി തീർന്നവനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി തന്നെ താൻ മറുവിലയായി അർപ്പിച്ച യേശു ക്രിസ്തു തന്നെ. 3-ാമത്തെ ഉദ്ദേശം പറയുന്നത് മനുഷ്യനെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുക എന്നുള്ളതാണ്. എബ്രായലേഖനം 2-ാം അധ്യായത്തിന്റെ 14-16 വാക്യങ്ങൾ, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകിയാൽ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധിപതിയായിരുന്ന പിശാചിനെ ക്രൂശിൽ തറച്ച്
ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ വിടുവിച്ചു. 4, ടു റെസ്ക്യൂ ദ ഹോൾ ക്രിയേഷൻ, അതായത് സർവ്വ സൃഷ്ടിയെയും വീണ്ടെടുക്കുക എന്നുള്ള റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ഇങ്ങനെ യേശുക്രിസ്തുവിന്റെ അവതാരത്തിന് ആത്യന്തികമായ 4 ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ആ അവതാരത്തിന്റെ ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് കർത്താവായ യേശു നടന്നെടുത്ത ചരിത്രത്തിലെ ഏറ്റവും ഇരുളടഞ്ഞ ദിവസമാണ് ദുഃഖവെള്ളി അല്ലെങ്കിൽ ഗുഡ് ഫ്രൈഡേ എന്ന പേരിൽ അറിയപ്പെടുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ പീഡാനുഭവ ദിവസം. അവിടെ ഈ പീഡാനുഭവ ദിവസം കർത്താവിന്റെ മരണത്തിന്റെ വൈവിധ്യങ്ങളായ അർത്ഥവ്യാപ്തിയെ നമ്മുടെ മുമ്പാകെ പരിശുദ്ധാത്മാവ് അവതരിപ്പിക്കുന്ന സംഭവമാണ്. എന്താണ് യേശുക്രിസ്തുവിന്റെ മരണം, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ മരണം കൊണ്ട് എന്താണ് നാം അർത്ഥമാക്കുന്നത്? ലോകം യേശുക്രിസ്തുവിന്റെ മരണത്തെ ഒരു വല്ലാത്ത ഭീകര മരണമായി, അല്ലെങ്കിൽ വളരെ വളരെ ദയനീയമായ ഒരു മരണമായി, ലോകം കണ്ടതിലെ ഏറ്റവും മോശപ്പെട്ട നിലയിലുള്ള ഒരു ദാരുണ മരണമായി കാണുമ്പോൾ, കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണം കൊണ്ട് ലോകത്തിന് എന്താണ് സാധിച്ചത് എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. 6-7 കാര്യങ്ങൾ 1, 2, 3, 4 എന്ന് വളരെ വേഗത്തിൽ ഈ വീഡിയോയിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ക്രിസ്തുവിന്റെ മരണത്തിന്റെ അർത്ഥം, അല്ലെങ്കിൽ എന്താണ് ദുഃഖവെള്ളി നമ്മെ ഓർപ്പിക്കുന്നത്? നമ്പർ 1, അറ്റോൺമെന്റ്, അതായത് പാപത്തിന്റെ പ്രായശ്ചിത്തം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പ്രായശ്ചിത്തമായി തീർന്നു എന്ന് ക്രൂശിലെ ബലിമരണം നമ്മെ അനുസ്മരിപ്പിക്കുന്നു. വേദപുസ്തകത്തിൽ 77 പ്രാവശ്യം പ്രായശ്ചിത്തം എന്ന വാക്ക് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ ഒരു പ്രാവശ്യം മാത്രമേ പുതിയ നിയമത്തിൽ അറ്റോൺമെന്റ് അല്ലെങ്കിൽ പ്രായശ്ചിത്തം എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളൂ. അത് റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 11-ാം വാക്യമാണ്. അവൻ നമ്മുടെ പാപത്തിന് പ്രായശ്ചിത്തമാകുന്നു, അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. ബാക്കി 76 പ്രാവശ്യവും പഴയ നിയമത്തിലാണ് ഈ പദം ഉപയോഗിച്ചിട്ടുള്ളത്. കർത്താവായ യേശു ക്രൂശിന്മേൽ കയറുമ്പോൾ അവൻ ക്രൂശിൽ നേടിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പ്രായശ്ചിത്തം തന്റെ മരണത്താൽ ക്രൂശിൽ അവിടുന്ന് നിവർത്തിച്ചു. രണ്ടാമതായി യേശുക്രിസ്തുവിന്റെ മരണത്തിന് രണ്ടാമതൊരർത്ഥമുണ്ട്. ആ അർത്ഥത്തെ പ്രൊപ്പീസിയേഷൻ എന്നാണ് പറയുന്നത്. പ്രൊപ്പീസിയേഷൻ എന്ന വാക്കിന് അപ്പീസിംഗ് എന്നാണ് അർത്ഥം. ടു അപ്പീസ് എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ്. മനുഷ്യൻ പാപനിമിത്തം ദൈവത്തിന്റെ ശത്രുവായി തീർന്നു. ദൈവത്തോട് ശത്രുതയിലായി, ജഡരക്തങ്ങളോടുകൂടിയവനായി, പിശാചിന്റെ അടിമയായി, അങ്ങനെ ദൈവത്തിന്റെ ഓണർഷിപ്പിൽ നിന്ന് പിശാചിന്റെ ആധിപത്യത്തിലേക്ക് മനുഷ്യൻ ആയിത്തീർന്നിരുന്നു. അതുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിച്ചിട്ടല്ലാതെ ഒരിക്കലും പിശാചിന്റെ ആധിപത്യത്തിൽ നിന്ന് ഈ മനുഷ്യനെ വീണ്ടെടുക്കുവാനായിട്ട് സാധിക്കുമായിരുന്നില്ല. അവിടെയാണ് നമ്മൾ വായിക്കുന്നത്, യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ വായിക്കുന്ന പോലെ, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവിടുന്ന് എന്ത് ചെയ്യുന്നു? പ്രായശ്ചിത്തമായി തീർന്നു. കർത്താവ് പിതാവായ ദൈവത്തെ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്നുള്ള ദൈവത്തിന്റെ ന്യായപ്രമാണം നിവർത്തിയ നിലയിൽ പിതാവായ ദൈവത്തിന് പാപത്തിന്മേൽ ശിക്ഷ വരുത്തി രക്തച്ചൊരിച്ചിൽ നടത്തി. കർത്താവായ യേശു തന്റെ സ്വന്തം രക്തം കാൽവരിലെ ക്രൂശിൽ ചീന്തിയപ്പോൾ ദൈവത്തിന് അത് പ്രസാദമായി. ദൈവത്തിന് പാപത്തിനു നേരെയുള്ള ക്രോധം ശമിപ്പിക്കപ്പെട്ടു. അപ്പൊ ദൈവത്തെ പ്രസാദിപ്പിച്ചപ്പോൾ പാപത്തിനെതിരെയുള്ള കോപം ശമിപ്പിക്കപ്പെട്ടു എന്ന് വായിക്കുന്നു. അങ്ങനെ ദൈവ മനസ്സിനെ പ്രീതിപ്പെടുത്തി കർത്താവായ യേശുവിന്റെ മരണം. മൂന്നാമതായി അത് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന വാക്കാണ്. എന്താണ് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന വാക്കിന്റെ അർത്ഥം? പ്രാതിനിധ്യം എന്നാണ് എന്റെ അർത്ഥം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവന് വേണ്ടി വേറൊരുവൻ മരിക്കുക. പാപികൾക്ക് വേണ്ടി മരിക്കുവാൻ ആരും സഹായിക്കരുത്. പക്ഷെ ഗുണവാന് വേണ്ടി വല്ലവനും മരിക്കുവാൻ തുനിയുമായിരിക്കാം. എന്നാൽ പാപികൾക്ക് വേണ്ടി മരിക്കുന്നത് ദുർലഭം എന്ന് റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലൂസ് പറയുന്നു. എന്നാൽ കർത്താവായ യേശു നാം പാപികളായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി പകരക്കാരനായി ക്രൂശിന്മേൽ മരിച്ചു. മനുഷ്യവർഗത്തിന്റെ മുഴുവൻ പാപത്തിന്റെ ഭാണ്ഡവും കർത്താവായ യേശു തന്റെ ചുമൽ വഹിച്ചുകൊണ്ട് കാൽവരിലെ ക്രൂശിലേക്ക് നടന്ന് അടുത്ത് അവിടെ നമ്മുടെ പാപം ചുമന്നൊഴിച്ച് നമുക്ക് പകരക്കാരനായി ക്രിസ്തു ക്രൂശിന്മേൽ മരിച്ചു. അതാണ് ബലഹീനരും പാപികളും അഭക്തരും ദൈവത്തോട് ശത്രുക്കളുമായിരുന്ന നമ്മുടെ പാപത്തെ ചുമന്നുകൊണ്ട് യേശു നമുക്ക് പകരക്കാരനായി ക്രൂശിന്മേൽ മരിച്ചു. യോഹന്നാൻ 10:11 യേശു പറഞ്ഞു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. അതാണ് മൂന്നാമതായി കർത്താവിന്റെ മരണത്തിന്റെ അർത്ഥസ്വാംശീകരണം. നാലാമത് വീണ്ടെടുപ്പ്.
വീണ്ടെടുപ്പ് എന്ന് പറയുന്ന വാക്ക് വളരെ പരിചിതമായ ഒരു വാക്കാണ്. സങ്കീർത്തനത്തിൽ 49 വായിക്കുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവരെ വീണ്ടെടുക്കുവാനോ വീണ്ടെടുപ്പിലോ കൊടുപ്പാനോ ആർക്കും കഴിയില്ല. അത് അവന്റെ വീണ്ടെടുപ്പ് വിലയേറുത്, അത് ഒരു നാളും സാധിക്കത്തില്ല. വേദപുസ്തകത്തില് വളരെ സവിസ്തരം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. വസ്തുക്കളുടെ വീണ്ടെടുപ്പ്, മൃഗങ്ങളുടെ വീണ്ടെടുപ്പ്, മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പ്, ഇതേക്കുറിച്ചെല്ലാം ലേവ്യ പുസ്തകത്തിൽ വളരെ സവിസ്തരം പ്രസ്താവിച്ചിട്ടുണ്ട്. നമ്മുടെ കർത്താവായ യേശു മനുഷ്യവർഗത്തെ നഷ്ടപ്പെട്ടു പോയ സ്ഥാനത്ത് നിന്ന് മറുവില കൊടുത്ത് വീണ്ടെടുത്തു, വിലയ്ക്ക് വാങ്ങി എന്ന് വായിക്കുന്നു. പത്രോസിന്റെ 1-ാം ലേഖനം 1:18-19 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു. ഇനി അടുത്തത് 5-ാമത് റീകൺസിലിയേഷൻ, അതായത് ദൈവത്തോട് നിരപ്പിന്റെ അനുഭവത്തിൽ നമ്മെ കൊണ്ടുവരിക. നാം വായിക്കുന്നു, വളരെ വ്യക്തമായി ദൈവത്തിന്റെ വചനം പറയുന്നത്, റോമാലേഖനം 5:10, നാം ദൈവത്തോട് ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിക്കയാൽ എന്ത് ചെയ്യുന്നു, ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി മരണത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുകയാൽ, ഫോർ ഇഫ് വെൻ വി വെർ എനിമീസ് വി വെർ റെക്കൺസൈൽഡ് ടു ഗോഡ് ബൈ ദ ഡെത്ത് ഓഫ് ഹിസ് സൺ, തന്റെ പുത്രന്റെ മരണത്താൽ ദൈവം ക്രിസ്തുവിൽ നമ്മെ ദൈവത്തോട് നിരപ്പിച്ചു. രണ്ട് ശത്രുക്കളെ തമ്മിൽ സ്നേഹിതന്മാരാക്കി തീർക്കണമെങ്കിൽ, അവരെ തമ്മിൽ നിരപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അതിന് മധ്യസ്ഥനായി ഒരുവൻ പ്രവർത്തിക്കണം. അവിടെയാണ് കർത്താവ് യേശു നമുക്ക് വേണ്ടി കാൽവല്ലെ ക്രൂശിൽ മരിച്ചത്. അപ്പൊ കാൽവല്ലെ അവിടുത്തെ ബലിമരണത്താൽ തന്റെ ശരീരം നമുക്ക് വേണ്ടി യാഗമായി ഏൽപ്പിച്ചു കൊടുക്കുകയാൽ ശത്രുവായിരുന്ന മനുഷ്യനെ ദൈവത്തോട് നിരപ്പിച്ച് ദൈവത്തിന്റെ മിത്രമാക്കി തീർത്തു എന്ന് നാം വായിക്കുന്നു. അടുത്തതായി നാം വായിക്കുന്നത് ക്രിസ്തുവിന്റെ മരണത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ അർത്ഥവ്യാപ്തിയാണ് റാൻസം, അതായത് മറുവില കൊടുത്ത് കർത്താവായ യേശു നമ്മെ വിലയ്ക്ക് വാങ്ങി. പ്രൈസ് പെയ്ഡ് ഫോർ ദി റിലീസ് ഓഫ് എ പ്രിസണർ, അതായത് ബന്ധനസ്ഥനായ ഒരാളെ അല്ലെങ്കിൽ തടവിലായ ഒരാളെ കൊണ്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരാളെ ബന്ധനത്തിൽ നിന്ന് വിമുക്തമാക്കുവാൻ അവന് വേണ്ടി കൊടുക്കുന്ന പാരിതോഷികം അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന മറുവില, അതിനെയാണ് റാൻസം എന്ന് പറയുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മറുവിലയായി തീർന്നു. മത്തായിയുടെ സുവിശേഷം 20:28, ദ സൺ ഓഫ് മാൻ കെയിം നോട്ട് ടു ബി മിനിസ്റ്റേർഡ് ബട്ട് ടു മിനിസ്റ്റർ ആൻഡ് ഗിവ് ഹിസ് ലൈഫ് എ റാൻസം ഫോർ മെനി. മനുഷ്യപുത്രൻ ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്നെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത് എന്ന് കർത്താവായ യേശു പറഞ്ഞു. ഇപ്പൊ ഗുഡ് ഫ്രൈഡേ അല്ലെങ്കിൽ ദുഃഖവെള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ദിവസം നമ്മെ ഓർപ്പിക്കുന്ന കാര്യങ്ങൾ, കർത്താവ് നമുക്ക് വേണ്ടി പ്രായശ്ചിത്ത ബലിയായി കർത്താവ് തന്റെ മരണത്താൽ ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവക്രോധം ശമിപ്പിച്ചു. 3, ദൈവം നമുക്ക് വേണ്ടി പ്രാതിനിധ്യ സ്വഭാവമുള്ളവനായി ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിന്മേൽ മരിച്ചു. 4, അവിടുന്ന് നമ്മെ വീണ്ടെടുത്തു. 5, അവിടുന്ന് നമ്മെ ദൈവത്തോട് നിരപ്പിച്ചു. 6, അവിടുന്ന് നമുക്ക് വേണ്ടി മറുവിലയായി തന്റെ രക്തം ക്രൂശിന്മേൽ ചിന്തി. അതിനുള്ള മാർഗം ദൈവം പറഞ്ഞത് ക്രൂശീകരണം മാത്രമായിരുന്നു. മരത്തിന്മേൽ തൂങ്ങുന്നവൻ ഏവനും ശപിക്കപ്പെട്ടവൻ എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു എന്ന് തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. കർത്താവിന്റെ ഈ മരണം പ്രവാചകന്മാരാൽ മുൻപ് കൂട്ടി പ്രഖ്യാപിക്കപ്പെട്ട പ്രകാരമാണ് ചരിത്രത്തിൽ അരങ്ങേറിയത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തിരുവെഴുത്തുകളും പ്രകാരം ജനിച്ചു, തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു, തിരുവെഴുത്തുകളും പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. റോമാലേഖനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പിൽക്കാലത്ത് റോമർക്ക് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുകയാണ്, ജനം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയായി ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ ദൈവത്തിനൊന്ന് ശക്തിയോടെ നിർണയിക്കുകയും ചെയ്ത നമ്മുടെ കർത്താവായ യേശു, അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് നമുക്ക് വേണ്ടി ക്രൂശിന്മേൽ കയറി അവിടുത്തെ അടിപ്പിണറുകളാൽ നമുക്ക് വീണ്ടും സാധിപ്പിക്കുന്നു എന്നുള്ള പ്രവാചക വാക്യം യെശയ്യാ 53:8 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവൻ ജീവനുള്ള ദേശത്ത് നിന്ന് ഛേദിക്കപ്പെട്ടു പോയി എന്ന് വായിക്കുന്നു. ദാനിയേൽ 9:26 നാം ആ ആശയം പ്രവചനാത്മാവിൽ വായിക്കുന്നുണ്ട്. അവന്റെ മരണം ദൈവത്താൽ നിയോഗിതമായ ഒന്നായിരുന്നു. യേശുക്രിസ്തുവിന്റെ മരണം ഒരു അപകട മരണമായിരുന്നില്ല. യേശുക്രിസ്തുവിന്റെ മരണം ഒരാത്മഹത്യയായിരുന്നില്ല. യേശുക്രിസ്തുവിന്റെ മരണം ഒരാകസ്മിക സംഭവമായിരുന്നില്ല. യേശുക്രിസ്തുവിന്റെ മരണം യാദൃച്ഛികമായി സംഭവിച്ചൊരു കാര്യമല്ല. മുന്നെഴുതിയിരിക്കുന്ന തിരുവെഴുത്തിന്റെ നിവൃത്തി എന്ന നിലയിൽ ചരിത്രത്തിൽ അരങ്ങേറിയ ഒരു യാഥാർത്ഥ്യമാണ്.
യെശയ്യാ 53:6 പ്രവാചകൻ പറയുന്നു, യഹോവയായ ദൈവം നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. യെശയ്യാ 53:10 നാം വായിക്കുന്നത്, അവനെ തകർത്തു കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി എന്നും അവന്റെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നുമാണ്. പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പത്രോസ് പറയുമ്പോൾ നാം വായിക്കുന്നത്, ദൈവത്തിന്റെ നിത്യ ആലോചനാ സഭയിൽ മുൻനിർണയ പ്രകാരം ദൈവം എന്ത് ചെയ്തു? തന്റെ മുൻനിർണയ പ്രകാരം മുന്നറിവിന് ഒത്തവണ്ണം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവനെ അധർമ്മികളുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചു കൊടുത്തു എന്ന് നാം വായിക്കുന്നു. ഇതാണ് ദുഃഖ വെള്ളിയാഴ്ച എന്ന് നടന്ന സംഭവം നമ്മെ അനുസ്മരിപ്പിക്കുന്ന അനുഗ്രഹീതമായ യാഥാർത്ഥ്യം. യേശുക്രിസ്തുവിന്റെ മരണം സ്വമനസ്സാലെ ഉള്ള ഒരു മരണമായിരുന്നു. കർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞു, ഞാൻ എന്റെ ജീവനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു, അതിനെ തിരികെ പ്രാപിക്കുവാൻ എനിക്ക് അധികാരമുണ്ട് എന്ന് പറയുകയുണ്ടായി. അങ്ങനെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച കർത്താവായ യേശുവിനെ അരിമത്യയിലെ യോസേഫിന്റെ കല്ലറയിൽ സംസ്കരിച്ചു എന്ന് തിരുവെഴുത്തിൽ നാം വായിക്കുന്നു. ലോകത്തിലെ ഏത് മഹാന്മാരായ ആളുകൾ മരിച്ചാലും അവരെ സാധാരണ നിലയിൽ തങ്ങൾ ജനിച്ച് ജീവിച്ച മണ്ണിൽ സംസ്കരിക്കുകയാണ് പതിവ്, അല്ലെങ്കിൽ അവരെ ശരീരം ചുടുവാൻ ഏൽപ്പിക്കുകയാണ് പതിവ്. നമ്മുടെ കർത്താവായ യേശുവിനെ കാൽവറിയിൽ അവിടുന്ന് മരിച്ചു കഴിഞ്ഞപ്പോൾ അന്നത്തെ ഗലീലിയായുടെ ഗവർണർമാരിൽ ഒരാളായിരുന്ന അരിമത്യയിലെ യോസേഫും അതുപോലെ തന്നെ യേശുവിനെ രാത്രിയിൽ സന്ദർശിച്ച അവന്റെ രഹസ്യ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്ന നിക്കോദിമോസും പീലാത്തോസിന്റെ കൽത്തളത്തിന് മുമ്പാകെ ചെന്ന് അവന്റെ ശരീരം വിട്ടുകൊടുക്കുവാനായിട്ട് അപേക്ഷിച്ചു. അങ്ങനെ പീലാത്തോസ് ആ ശരീരം വിട്ടുകൊടുത്തു. യഹൂദന്മാരുടെ മതാചാര പ്രകാരം 100 റാത്തൽ സുഗന്ധദ്രവ്യങ്ങളോടുകൂടെ ലിനനിൽ പൊതിഞ്ഞ് ആ ഭൗമ ശരീരം ഈ അരിമത്യയിലെ യോസേഫ് എന്ന് പറയുന്ന മന്ത്രി അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടി ഗത്സമനയിൽ പാറയിൽ വെട്ടിയുണ്ടാക്കിയിരുന്ന ഒരു കല്ലറയിൽ ആ ഭൗമ ശരീരം വെച്ചു. സുഗന്ധ ലേപനങ്ങൾ കൊണ്ട് അത് മൂടി. എന്നാൽ നാം വായിക്കുന്നത്, ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം ആ കല്ലറ അതിൽ ആ ശരീരം വെച്ച ശേഷം റോമാ സാമ്രാജ്യത്തിന്റെ അധികാരത്തിന്റെ മുദ്രമോതിരം കൊണ്ട് അത് സപ്തമുദ്രകളാൽ ബന്ധിതമായി ഏതാണ്ട് 2000 കിലോഗ്രാം തൂക്കം വരുന്ന ഭാരമേറിയ കല്ല് ആ കല്ലറയുടെ പൊഴുതില് അത് ഇട്ടു. ആർക്കും തിരിച്ച കല്ല് ഉരുട്ടി മാറ്റുവാൻ സാധിക്കുകയില്ല. കാവൽ പട്ടാളത്തെ യേശു ഉയർക്കാതിരിപ്പാൻ കുന്തവുമേന്തി തീവട്ടി പന്തങ്ങളുമായി കാവൽ നിർത്തി. പക്ഷേ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസമായ ഞായറാഴ്ചയുടെ പുതുപുത്തൻ പുലരിൽ, അതിനെയാണ് ഈസ്റ്റർ സൺഡേ എന്ന് നാം വിളിക്കുന്നത്, ആ പുതുപുത്തൻ പുലരിയിൽ ലോകരക്ഷിതാവായ നമ്മുടെ കർത്താവായ യേശു താൻ എഴുതിയിട്ടുള്ള തിരുവെഴുത്തിന്റെ നിവർത്തി എന്ന നിലയിൽ മുൻ പ്രഖ്യാപനം പോലെ തന്നെ ആ കല്ലറയുടെ വാതിക്കൽ വെച്ചിരുന്ന കല്ല് ഉരുട്ടി നീക്കിക്കൊണ്ട് തന്നെ പൊതിഞ്ഞിരുന്ന ആ ലിനൻ 100 റാത്തൽ സുഗന്ധ പശകളോടെ തന്നെ പൊതിഞ്ഞു വെച്ചിരുന്ന ആ ലിനൻ അത് ഉരുട്ടി മാറ്റിക്കൊണ്ട് 3-ാം ദിവസം കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റു. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിന് ധാരാളം തെളിവുകൾ വിശുദ്ധ വേദപുസ്തകം പറയുന്നുണ്ട്. 1-ാമത്തെ തെളിവ് മത്തായി 28:6 അവിടെ നാം വായിക്കുന്നത്, അവിടെ ദൂതന്മാർ പറയുകയാണ്, കർത്താവിന് മറിയയ്ക്കും ശൂഷനായിക്കും മറ്റും പ്രത്യക്ഷപ്പെട്ട മഗ്ദലക്കാരത്തി മറിയയ്ക്കും പ്രത്യക്ഷപ്പെട്ട ദൂതൻ പറയുകയാണ്, ഹി ഈസ് നോട്ട് ഹിയർ, ഹി ഈസ് റിസൺ. അവൻ ഇവിടെയില്ല, അവനെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അവനെ വെച്ച ഇടം ഇതാ വന്ന് കാണുക എന്ന് പറഞ്ഞു. അവിടെ നാം വായിക്കുന്നത് ലൂക്കോസ് 24:3 അവർ കല്ലറയിൽ പ്രവേശിച്ചാറെ അവന്റെ ശരീരം കണ്ടില്ല, പത്രോസ് പറയുന്ന കാര്യമാണ്. അതുപോലെ ദൂതന്മാരുടെ സാക്ഷ്യം മത്തായി 28:5 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന്? പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് യേശു മരിച്ചവരിൽ നിന്ന് ആദ്യനായി ഉയർത്തെഴുന്നേറ്റു. ആദ്യം കർത്താവിന്റെ കല്ലറയ്ക്ക് എന്ന സ്ത്രീകൾക്ക് അവൻ പ്രത്യക്ഷനായി, പിന്നീട് 11 പ്രത്യക്ഷനായി, പിന്നീട് ഡൗട്ടിംഗ് തോമസ് ഉൾപ്പെടെയുള്ള ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. ഒടുവിൽ ഗലീലയിൽ 500-ലധികം ആളുകൾക്ക് ഒരു സമയത്ത് ഒരുപോലെ പ്രത്യക്ഷനായി. സ്തേഫാനോസിന്റെ പീഡനത്തോട് ബന്ധത്തിൽ അരങ്ങേറിയ അവന്റെ മരണത്തിൽ ക്രൈസ്തവ സഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയായി മരിക്കുന്ന സ്തേഫാനോസിന്റെ മരണത്തോട് ബന്ധത്തിൽ പ്രവൃത്തി 7:56 വായിക്കുമ്പോൾ അവൻ ദൈവസിംഹാസനം വലതുഭാഗത്തിരിക്കുന്നതിനായി നാം അവനെ കാണുന്നു. പൗലോസ് ദമാസ്കസിലേക്ക് പോകുമ്പോൾ ദമസ്കോസ് പട്ടണത്തിന്റെ പടിവാതിൽക്കൽ വെച്ച് പട്ടാപ്പകൽ യേശു ക്രിസ്തു അവന് പ്രത്യക്ഷനായി, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ന് ചോദിച്ചു. മാത്രമല്ല മറ്റനേക സാക്ഷ്യങ്ങളാലും താൻ ജീവിച്ചിരിക്കുന്നു എന്ന് താൻ സാക്ഷ്യം പറഞ്ഞു. ഈസ്റ്ററിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കഥ എന്തുമാകട്ടെ, എന്നാൽ ഒരു യാഥാർത്ഥ്യം മാത്രം ഞാൻ പറയുന്നു. ഞാൻ ആ കഥയിലേക്കോ കെട്ടുകഥയിലേക്കോ ഒന്നും പോകുന്നില്ല. ഈസ്റ്റർ സൺഡേ എന്താണ് നമ്മെ ഓർപ്പിക്കുന്നത്?
മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ദൈവം മുമ്പാകെ പ്രായശ്ചിത്തമാകുവാൻ തന്റെ ശരീരത്തെയും രക്തത്തെയും മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ വീണ്ടെടുപ്പിനായി കാൽവരിലെ കൊലക്കടത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനായ യേശുക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് മൂന്നാം ദിവസം ഇന്ന് സ്വർഗത്തിൽ ജീവിക്കുന്നു. ഈ സത്യം ലോകം ആവർത്തിച്ച് ഓർക്കുന്ന, വിളംബരം ചെയ്യുന്ന മനോഹരമായ ദിവസമാണ് ഈസ്റ്റർ സൺഡേ എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈസ്റ്റർ നാം ആഘോഷിക്കുന്നു ചോദിച്ചാൽ നാം ആഘോഷിക്കുന്നില്ല. എന്നാൽ ഈസ്റ്റർ നമ്മെ ഒരു കാര്യം ഓർപ്പിച്ചു കൊടുക്കുകയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഈ താടഭൂമിയിലേക്ക് ഇറങ്ങി വരികയും 33 തിരുവയസ്സ് വരെ പാപരഹിതനായി ഭൂമിയിൽ ജീവിക്കുകയും 33 തിരുവയസ്സിന്റെ അന്ത്യത്തിൽ പീലാത്തോസിന്റെ മുമ്പാകെ നല്ല സാക്ഷ്യം പ്രാപിച്ചവനായി 2 കള്ളന്മാരുടെ മധ്യേ കാൽവരിലെ ഗോൽഗോഥായിൽ പാപപരിഹാരാർത്ഥം ക്രൂശിക്കപ്പെട്ടവനെങ്കിലും അരിമത്തയിലെ യോസേപ്പിന്റെ കല്ലറയിൽ സംസ്കരിക്കപ്പെട്ട അവന്റെ ശവശരീരം മൂന്നാം ദിവസം മരണവാശങ്ങളെ അഴിച്ച് അവനെ ദൈവം ഉയർപ്പിച്ചു എന്നുള്ള ആ ചരിത്ര സത്യം ആവർത്തിച്ച് നമ്മെ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് നാം ഇതിനെ ലോകത്തോട് ചേർന്ന് ആഘോഷിച്ചില്ല എങ്കിലും ഈസ്റ്റർ നമ്മെ അനുസ്മരിപ്പിക്കുന്ന സത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവായ യേശു മരിച്ചവരിൽ നിന്ന് എന്നേക്കുമായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള വിളംബരമാണ്. പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ എല്ലാ മഹാന്മാരായ ആളുകളും തങ്ങൾ ജനിച്ച് ജീവിച്ച മണ്ണിൽ മരിച്ച് ഇന്നും സംസ്കരിക്കപ്പെട്ട് അവിടെ നിദ്ര കൊള്ളുമ്പോൾ കർത്താവായ യേശു മാത്രം മരിച്ചവരിൽ നിന്ന് ആദ്യനായി ഏകനായി ഉയർത്തെഴുന്നേറ്റ് സ്വർഗീയ മഹിമയിൽ അവിടുന്ന് ജീവിക്കുന്നു. ഈ മഹത്തായ സത്യമാണ് ഈസ്റ്റർ നമ്മെ ഓർപ്പിക്കുന്നത്. ഞങ്ങളെ കേൾക്കുന്ന ബഹുമാന്യ ശ്രോതാക്കളെ, എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരിലെ ബലിമരണത്തിലും മരണത്തെ അതിജീവിച്ചുള്ള അവന്റെ പുനരുത്ഥാനത്തിലുമാണ് സാധ്യതമായിരിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയായി ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ ദൈവത്തിനൊന്ന് ശക്തിയോടെ വിളിക്കപ്പെടുകയും ചെയ്ത നമ്മുടെ കർത്താവായ യേശു. ഈ യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിന്റെ രക്ഷിതാവും കർത്താവുമായി ഇതുവരെ നിങ്ങൾ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ മരണത്തെ ജയിച്ച കർത്താവായ യേശു മഹാരാജാവായി നിത്യ ദൈവപുത്രനായി ഇന്ന് സ്വർഗത്തിൽ ജീവിക്കുന്നു. വിദൂര ഭാവിയിൽ അവൻ തന്റെ മക്കളെ ചേർക്കുവാൻ വരുവാൻ പോകുന്നു. ഈ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് പാപമോചനം പ്രാപിച്ച് നിത്യജീവന്റെ അവകാശികളായി തരുവാൻ ഈ ഈസ്റ്റർ സൺഡേയിലെ സന്ദേശം നിങ്ങൾക്ക് ഏവർക്കും ഉപകാരമായി ഭവിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തെക്കുറിച്ചുള്ള ഈ പ്രസന്റേഷൻ സഹായമായി ഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ വാക്കിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ദൈവതിരുനാമം എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. വഞ്ചക